ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ ഏതോ ജന്മ കൽപ്പനയിൽ നമ്മുടെ ശ്രുതിയുടെയും സച്ചിയുടെയും ആ ഒരു റെസ്റ്റോറന്റ് ഉദ്ഘാടനത്തിന് നമ്മുടെ അശ്വിൻ എത്തുകയാണ്. അപ്പൊ നമ്മുടെ എൻ കെക്കും പ്രീതിക്കും ഇത് അവിശ്വസനീയം തന്നെ ആട്ടെ. അവര് ഒട്ടും വിചാരിച്ചിരുന്നില്ല നമ്മുടെ അശ്വിൻ എത്തുന്നു. പക്ഷെ അശ്വിൻ എത്തി മാന്യമായി തന്നെ റിബണൊക്കെ കട്ട് ചെയ്ത് ഉദ്ഘാടനമൊക്കെ ചെയ്ത് ഇങ്ങനെ ഭയങ്കര അഭിനന്ദനമൊക്കെ അറിയിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സച്ചിയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ പാർട്ട്ണറിന്റെ അടുത്തും എന്റെ പ്രത്യേക അന്വേഷണവും അഭിനന്ദനവും അറിയിച്ചിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രുതി ഉണ്ടാവില്ല കേട്ടോ കൂട്ടുകാരെ. അപ്പുറത്ത് നമ്മുടെ പ്രീതി നമ്മുടെ ശ്രുതിയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് പറ്റി കുറച്ചൊരു നാളായിട്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, കഴിഞ്ഞ ഒരു മാസങ്ങളായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു പോകുന്നത് എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാ ചേച്ചി. പക്ഷേ ഇതൊക്കെ നമ്മൾ അനുഭവിക്കുക എന്നത് നമ്മുടെ ഒരു വിധിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടൊക്കെ പറയും കേട്ടോ. അപ്പൊ നമ്മുടെ പ്രീതി ഇങ്ങനെ നമ്മുടെ ശ്രുതി ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ഒരു ദിവസം എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രീതി ഇങ്ങനെ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മുടെ ശ്യാം ഇങ്ങനെ പറയുകയാണ്, നമ്മുടെ ശ്രുതി എന്തായാലും അശ്വിന്റെ കയ്യിൽ നിന്നും ആ പേപ്പർ ഒപ്പിട്ട് മേടിച്ചു എന്നത് സത്യമാണ്. ഇനി ആ പേപ്പർ ശ്രുതി എവിടെ വെച്ചു എന്നുള്ളതാണ് ഇനി അറിയേണ്ടതെന്നും പറഞ്ഞിട്ട് ഇവരുടെ മുറിയിൽ കയറി ഷെൽഫെല്ലാം തുറന്നിങ്ങനെ അരിച്ചു പറക്കുക. അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ അഞ്ജലി വന്ന് നമ്മുടെ ശ്യാമിനെ ഇങ്ങനെ കൈയോടെ പിടിക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി നമ്മുടെ അഞ്ജലിയോട് നമ്മുടെ ശ്യാം എന്ത് കള്ളക്കഥ പറയും എന്നതാണ് നമുക്ക് ഇനി അറിയേണ്ടത് അല്ലേ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണും. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.